എന്റെ മേഡം കാവ്യ തന്നെ, വേറെ ആരും. ഒടുവിൽ പൾസർ സുനി മാഡം കാവ്യ എന്ന് വെളിപ്പെടുത്തി. നിങ്ങൾക്ക് അറിയുന്ന ആളാണ്, അതുകൊണ്ട് സാറിന് സറണ്ടർ ചെയ്യിപ്പിച്ചാണ് ജാമ്യം എടുത്തണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജാമ്യം എടുക്കാൻ പറ്റത്തില്ല, സറണ്ടർ ചെയ്ത് മാവേലിക്കര തരാം, മാവേലിക്കര നിങ്ങളെ പടക്കി തരാമെന്ന് പറഞ്ഞു. അപ്പൊ അത് മാഡത്തോട് പേശണമെന്ന് പറഞ്ഞാൽ തമിഴിൽ ഒരാൾ പറഞ്ഞു. അപ്പൊ അവർ പരസ്പരം സംസാരിച്ച് എന്നോട് പറഞ്ഞല്ലോ. നടിയെ ആക്രമിച്ച കേസിലെ ഗൂഢാലോചനയിലേക്ക് മാഡം ആദ്യമായി കടന്നു വരുന്നത് ഫെനി ബാലകൃഷ്ണനിലൂടെയാണ്. പൾസർ സുനിക്കും കൂട്ടർക്കും മുൻകൂർ ജാമ്യം മാവേലിക്കര കോടതിയിൽ ഒരുക്കാമെന്ന് ഫെനി പറഞ്ഞപ്പോൾ മാഡത്തോട് ആലോചിച്ച് തീരുമാനിക്കാമെന്നായിരുന്നു ഇടനിലക്കാരനായി എത്തിയ ചാർലി കൊടുത്ത മറുപടി. എന്നാൽ അന്വേഷണം പുരോഗമിച്ചപ്പോൾ മാഡം എന്നൊരാൾ ഈ കേസിൽ ഇല്ലെന്ന നിലപാടിലേക്ക് പോലീസ് എത്തിച്ചേർന്നു. ഇതിനിടെയാണ് മാഡം ഉണ്ടെന്നും ആലുവയിലുള്ളയാൾ വെളിപ്പെടുത്തിയില്ലെങ്കിൽ അങ്കമാലി കോടതിയിൽ ഇക്കാര്യം പറയുമെന്നും പൾസർ സുനി അറിയിച്ചത്. ഞാൻ കള്ളനല്ല, കള്ളന്റെ കുമ്പസാരം എന്തിനാ കേൾക്കണേ? ഞാൻ സൂചിപ്പിച്ചായിരുന്നു, കാവ്യയുടെ പേര് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. എന്റെ മേഡം കാവ്യ തന്നെ, വേറെ ആരും. ഒടുവിൽ പൾസർ സുനി മാഡം കാവ്യ എന്ന് വെളിപ്പെടുത്തി. അന്വേഷണത്തിന്റെ ഭാഗമായി കാവ്യമാധവനെയും അമ്മ ശ്യാമളയെയും ADGP സന്ധ്യ നേരിട്ടാണ് ചോദ്യം ചെയ്തത്. ഈ ഘട്ടത്തിൽ മാഡം ആരെന്നുള്ള കാര്യത്തിലും പോലീസ് വ്യക്തതയ്ക്ക് ശ്രമിച്ചിരുന്നു. ആക്രമണത്തിന് ശേഷം ഒളിവിൽ കഴിയുമ്പോൾ പൾസർ സുനിയും വിജീഷും കാക്കനാട്ടുള്ള കാവ്യയുടെ ലക്ഷ്യ എന്ന വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ എത്തിയതിന് പോലീസിന് തെളിവ് ലഭിച്ചിരുന്നു. എന്നാൽ ആക്രമണത്തെക്കുറിച്ച് ഒരറിവുമുണ്ടായിരുന്നില്ലെന്നാണ് കാവ്യയും അമ്മയും കൊടുത്ത മൊഴി. നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു നടിയെ ആക്രമിച്ച കേസിനെ കുറിച്ചല്ല. ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നത് ഒരൊറ്റ ചോദ്യം മാത്രമാണ്. ഈ രാജ്യത്ത് കുറ്റം നടന്നെന്ന് കോടതി തന്നെ സമ്മതിക്കുമ്പോൾ, കുറ്റവാളികളെ കോടതി ശിക്ഷിക്കുമ്പോൾ അത് ആസൂത്രണം ചെയ്തത് ആരാണെന്ന് കണ്ടെത്താതിരിക്കുക അത് നീതിയാണോ? ഈ വീഡിയോ ദിലീപ് അനുകൂലമോ അല്ലെങ്കിൽ ദിലീപ് വിരുദ്ധമോ ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല. ഇത് നീതിയുടെ പക്ഷത്താണ്. അതായത് ഒരു സ്ത്രീ 8 വർഷം ഭയം, അപമാനം, ആക്രമണം ഇവയെല്ലാം സഹിച്ചിട്ടും ഇന്ന് വീണ്ടും തലയുയർത്തി നിന്ന് ഞാൻ പിന്നോട്ടില്ല എന്ന് പറയുമ്പോൾ അവൾ ചോദിക്കുന്നത് പ്രതികാരമല്ല, നീതിയാണ്. ആ നീതിയുടെ ശബ്ദമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. സമ്പത്തും ഭരണകൂട പിന്തുണയും ഒക്കെ ഒത്തുചേരുമ്പോൾ ഈ രാജ്യത്തെ എന്തും ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന ഒരു ശക്തി കേന്ദ്രങ്ങൾ ചരിത്രത്തിൽ പലതവണ തല ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ അവയ്ക്കെതിരെ ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് പറഞ്ഞ് നിവർന്നു നിന്ന് പോരാടിയവരും ഈ ഒരു മണ്ണിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ കേരളം അത് വീണ്ടും കണ്ടു. നടി ആക്രമിക്കപ്പെട്ട ഈ ഒരു കേസിലെ ഏറ്റവും പ്രതികൂല സാഹചര്യത്തിലും പോരാട്ടം അവസാനിപ്പിക്കില്ല എന്നുള്ള പ്രഖ്യാപനം കൊണ്ടാണ് 2 സ്ത്രീകൾ, അതിജീവിതയും മഞ്ജു വാര്യരും, തലയുയർത്തി നിന്ന ആ ഒരു നിമിഷം, ആ നിമിഷത്തിലാണ് കേരളം വീണ്ടും കുലുങ്ങിയത്. നമുക്കറിയാം, ഈ ഒരു കേസിലെ, അതായത് ഗൂഢാലോചന കേസിലെ മുഴുവൻ പ്രതികളും വിചാരണ കോടതിയിൽ നിന്ന് കുറ്റവിമുക്തരായി. അതേസമയം ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേർക്കും ശിക്ഷ കിട്ടി. എന്നാൽ ഇവിടെ വരുന്ന ഒരു ചോദ്യം ഇതാണ്: കുറ്റം നടന്നു എന്നുള്ളത് കോടതിക്ക് ഉറപ്പായി, കുറ്റവാളികൾ ഉണ്ടെന്ന് കോടതിയും അംഗീകരിച്ചു. എന്നാൽ ഈ ഒരു കുറ്റം ആസൂത്രണം ചെയ്തത് ആരാണ്? ഈ ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരമില്ലാത്തത്. വിധി വന്നതിന് ശേഷം, അതായത് ആ ഒരു കോടതി വരാന്തിയിൽ നിന്ന് തന്നെ 8ാം പ്രതിയായിട്ടുള്ള ദിലീപ് ഇതാണ് എന്നെ കുടുക്കിയ ആള് എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു വാര്യരെ ചൂണ്ടിക്കാണിച്ചു. അതിന് പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു സംഘടിത ആക്രമണം തന്നെ ഉണ്ടായി. ദിലീപിന്റെ പടയാളികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന അക്കൗണ്ടുകൾ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖർ പോലും തുറന്ന പിന്തുണയുമായിട്ട് രംഗത്തെത്തി. ഇതെല്ലാം ചേർന്നപ്പോൾ ഒരു സംശയം ശക്തമാകുന്നുണ്ട്: ഈ കേസിന് അപ്പീലിലേക്ക് പോകരുത് എന്ന് ആരെങ്കിലും ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത്. പിന്നാലെ അതിജീവിയുടെ ആ ഒരു തുറന്ന വെളിപ്പെടുത്തലും, അതായത് വിധിക്ക് പിന്നാലെ അതിജീവിത ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പൊതുസമൂഹത്തോടും പറഞ്ഞ കാര്യങ്ങൾ അതീവ ഗൗരവമുള്ളത് തന്നെയാണ്. മെമ്മറി കാർഡിനെ കുറിച്ച് അതിജീവിത പറഞ്ഞത് എന്താണ്? കോടതി കസ്റ്റഡിയിലിരിക്കെ 3 തവണ അനധികൃതമായിട്ട് അത് തുറന്നു. രണ്ടാമത് 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഈ ഒരു കോടതിയിൽ നീതി പ്രതീക്ഷിക്കാനാവില്ല എന്ന് പറഞ്ഞ് രാജിവെച്ചത്. 3ാമത് ജഡ്ജിയെ മാറ്റണമെന്നുള്ള ഹർജികൾ, അത് ആവർത്തിച്ച് അവിടെ നിഷേധിക്കപ്പെട്ടു. 4ാമതാണെങ്കിൽ ഓപ്പൺ കോടതിയിൽ വിചാരണ വേണമെന്നുള്ള ആവശ്യവും ഈ ഒരു കോടതി തള്ളിക്കളഞ്ഞു. അവസാനം അതിജീവിത പറഞ്ഞത് ഇതാണ്: നിയമത്തിന്റെ മുന്നിൽ ഈ രാജ്യത്തെ എല്ലാവരും തുല്യരല്ല എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യം. ഇതൊരു ആരോപണമായിട്ടല്ല, ഇതൊരു അതിജീവിതയുടെ അനുഭവമാണ് അവരവിടെ പങ്കുവെച്ചത്. അതേസമയം മഞ്ജു വാര്യരും പ്രതികരിച്ചത് ഇങ്ങനെ: ആസൂത്രണം ചെയ്തവർ ശിക്ഷിക്കപ്പെടാതെ നീതി പൂർണ്ണമാകില്ല എന്നുള്ളത്. പൃഥ്വിരാജും ജോയ് മാത്യു, കമൽ, പാർവതി ഉൾപ്പെടെയുള്ള നടിമാർ എല്ലാവരും പിന്തുണ അറിയിച്ചെത്തി. സ്വന്തം കരിയർ പോലും നഷ്ടപ്പെട്ടിട്ടും അതിജീവിതയ്ക്കൊപ്പം നിന്നവർ ഇന്നും പോരാട്ടത്തിലെ മുന്നിലുണ്ട്. ഇത് ഓരോ സ്ത്രീയുടെയും, ഓരോ പെൺകുട്ടികളുടെയും, ഓരോ മനുഷ്യന്റെയും സുരക്ഷയുടെ, നീതിയുടെ ചോദ്യമാണ്. കുറ്റം ചെയ്തവർ മാത്രം ശിക്ഷിക്കപ്പെടുന്നത് പോരാ, കുറ്റം ആസൂത്രണം ചെയ്തവരും പകൽ വെളിച്ചത്തിൽ നടക്കുന്നിടത്തോളം ഈ ഒരു സമൂഹം സുരക്ഷിതരല്ല.
കോടതിയും അതുപോലെ സമൂഹത്തിന്റെ പ്രതികരണങ്ങൾ തമ്മിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച. അതായത് ഈ ഒരു ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേര് കുറ്റക്കാരാണ് എന്ന് കോടതിക്ക് ബോധ്യമായി. എന്നാൽ ഗൂഢാലോചന കേസിലെ മുഴുവൻ പ്രതികളും കുറ്റവിമുക്തർ. എന്നാൽ സമൂഹം ഈ ഒരു കാര്യത്തിൽ രണ്ടായിട്ടാണ് തിരിഞ്ഞത്. ഒരു വിഭാഗം പറഞ്ഞത് കോടതി പറഞ്ഞല്ലോ പിന്നെ എന്ത് ചർച്ച എന്നുള്ളത്. മറ്റൊരു വിഭാഗം ചോദിച്ചത് കുറ്റം നടന്നത് ഉറപ്പായാൽ അത് ആസൂത്രണം ചെയ്തത് ആരാണ് എന്നുള്ള ചോദ്യം. ഇതാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. എന്നാൽ ദിലീപിന് അനുകൂലമായിട്ട് സംസാരിക്കുന്നവരുടെ വാദങ്ങളൊന്ന് നോക്കിയാലോ. അവർ പറയുന്നത് ഇങ്ങനെയാണ്: 8 വർഷമായിട്ട് ഒരു മനുഷ്യനെ വേട്ടയാടുന്നു, തെളിവില്ലാതെ ഒരാളെ കുറ്റക്കാരനാക്കാനും പറ്റില്ല. കോടതി കുറ്റവിമുക്തനാക്കിയാൽ പിന്നെ അവൻ കുറ്റക്കാരനല്ലല്ലോ. ഇത് സിനിമാ മേഖലയിലെ രാഷ്ട്രീയമാണ്. ദിലീപിനെ തകർക്കാൻ ചിലർ ശ്രമിക്കുന്നു. ഇതായിരുന്നു ദിലീപിനെ അനുകൂലിക്കുന്നവർ പറഞ്ഞത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ ജസ്റ്റിസ് ഫോർ ദിലീപ്, ഫാൾസ് കേസ്, മീഡിയ ട്രയൽ എന്നുള്ള വലിയ രീതിയിൽ അത് പ്രചാരണമുണ്ടായി. ചിലർ ചോദിക്കുന്നുണ്ട്, 8 വർഷം കഴിഞ്ഞിട്ടും ഒരു തെളിവ് പോലും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് ഒരാളെ കുറ്റക്കാരനാക്കുക എന്നുള്ളത്. എന്നാൽ അതേസമയം ദിലീപിനെതിരെ ഉയരുന്ന ചോദ്യങ്ങളോ അതിന്റെ മറുഭാഗം ഒന്ന് നോക്കിയാലോ. അതായത് ദിലീപിനെതിരെ നിൽക്കുന്നവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ലളിതമാണ്. കുറ്റം നടന്നത് കോടതി തന്നെ അംഗീകരിച്ചു, പ്രതികളും ശിക്ഷിക്കപ്പെട്ടു. എന്നാൽ ഇത്ര വലിയ കുറ്റം ഒരു ഡ്രൈവറുടെ ബുദ്ധിയിൽ മാത്രം ഉണ്ടായതാണോ എന്നുള്ള ചോദ്യം. ആ ചോദ്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ഉയരുന്നുണ്ട്. ഇത്ര വലിയൊരു ക്രൈം ഒറ്റയ്ക്ക് ആലോചിച്ച് നടപ്പാക്കാൻ സാധ്യമാണോ? അതിലും ഗൗരവമുള്ളത് കോടതി കസ്റ്റഡിയിലുള്ള മെമ്മറി കാർഡ് എന്നുള്ളത് തന്നെയാണ്. 3 തവണയാണ് ഇത് തുറന്നത്. അത് മാത്രവുമല്ല, 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഈ കോടതിയിൽ നീതി പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞ് രാജിവെച്ചു. ജഡ്ജി മാറ്റണമെന്നുള്ള ആവശ്യവും ആവർത്തിച്ചതും അതും തള്ളി. ഇതെല്ലാം ചേർന്നാൽ സംശയങ്ങൾ ഉയരുന്നത് സ്വാഭാവികമല്ലേ? എന്നാൽ മറുവശത്ത് അതിജീവിതയുടെ കേസാണെങ്കിലോ അവർ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് അവർ പറഞ്ഞു, എന്റെ വേദനകളെ നുണയെന്നും കെട്ടിച്ചമച്ച കഥയെ പരിഹസിച്ചവർക്കായി ഈ ഒരു വിധി സമർപ്പിക്കുന്നു എന്നുള്ള ഒരു തുടക്കമായിരുന്നു അവർ ആ ഒരു കുറിപ്പ് കുറിച്ചത്. അവര് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 1-ാം പ്രതി എന്റെ ഡ്രൈവർ അല്ല എന്നുള്ള കാര്യം. എനിക്ക് അയാളുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധവുമില്ല. ഈ കേസ് ഞാൻ ഉണ്ടാക്കിയ കഥയല്ല. എന്നിട്ടും അവർ പറയുന്നുണ്ട്, നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരല്ല എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യം. വളരെ വേദനയോടെയാണ് അവർ ആ വാക്കുകൾ എഴുതിയത്. സത്യം പറഞ്ഞാൽ ഇതൊരു വാക്കല്ല, ഇതൊരു സ്ത്രീയുടെ ജീവിത അനുഭവമാണ്. ഇനി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, അവൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയത് വലിയ ധൈര്യം തന്നെയാണ്. സിസ്റ്റത്തിനോട് ചോദ്യം ചോദിക്കാൻ ഒരാളെങ്കിലും വേണം. ഇത് ഭാവിയിൽ സ്ത്രീകൾക്ക് വേണ്ടിയാണ്. ഇനി ഇതിന്റെ മറ്റൊരു വശക്കാര് പറയുന്നതെന്ന് വെച്ചാൽ, എന്തിനാണ് വീണ്ടും ഈ ഒരു കേസ് എന്നുള്ളത്. സിനിമാ മേഖലയുടെ പവർ ഗെയിം ഇത് ഒരിക്കലും തീരില്ല, ഇരുവർക്കും നാശം മാത്രമാണ് എന്നുള്ളതാണ്. എന്നാൽ ഇതാണ് യാഥാർത്ഥ്യം. സമൂഹം രണ്ടായിട്ട് പിളർന്നു തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നത്. മഞ്ജു വാര്യർ ഈ ഒരു ഘട്ടത്തിലാണ് നിർണായകമായിട്ടുള്ള തന്റെ നിലപാട് ഉയർത്തിയത്. അവർ തന്റെ നിലപാട് വ്യക്തമായിട്ട് തന്നെ അറിയിച്ചു. ഇത് ദിലീപിനെതിരെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രതികരണമല്ല, ഇതൊരു സാമൂഹിക നിലപാടാണ്. അതിന് പിന്നാലെ സോഷ്യൽ മീഡിയ ആക്രമണങ്ങളും ഭീഷണികളും എല്ലാം നമ്മൾ കണ്ടു. ഇവിടെ സിനിമാ മേഖലയിലും 2 വിഭാഗങ്ങളുണ്ട്. ഒന്ന് മൗനം പാലിക്കുന്നവരും, 2 ഭയന്ന് മാറി നിൽക്കുന്നവരും. പക്ഷെ ഒപ്പം നിൽക്കുന്നവരുമുണ്ട്. നമുക്കറിയാലോ, പൃഥ്വിരാജും പാർവതിയും ജോയ് മാത്യുവും കമലും ഇവരെല്ലാം നടിയുടെ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത്. ഇനി നമുക്കിവിടെ ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: ഇവിടെ നടക്കുന്നത് ദിലീപും അതിജീവിതയും തമ്മിലുള്ള ഒരു യുദ്ധമാണോ? അല്ല, ഇത് അധികാരവും സാധാരണ മനുഷ്യനും തമ്മിലുള്ള ഒരു യുദ്ധം. ഭയവും നീതിയും തമ്മിലുള്ള ഒരു യുദ്ധം. നിശബ്ദതയും ചോദ്യങ്ങളും തമ്മിലുള്ള ഒരു യുദ്ധം. ഇവയുടെ പോരാട്ടമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. എന്തായാലും ഈ ഒരു കേസ് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. കാരണം ഇതൊരു വിധിയല്ല, ഇതൊരു സമൂഹത്തിന്റെ മനസാക്ഷിയോട് ചോദിക്കുന്ന ചോദ്യമാണ്. നാളെ ഇത് മറ്റൊരു സ്ത്രീയുടെ കഥയാകരുത്. എങ്കിൽ ഇന്ന് ഈ ഒരു ചോദ്യങ്ങൾ ചോദിക്കണം. ഇന്ന് ചർച്ചയും വേണം, ഇന്ന് നിലപാടും വേണം. നീതിക്ക് വേണ്ടിയിട്ട് നിവർന്നു നിൽക്കുന്നവർക്കൊപ്പം നമുക്ക് നിൽക്കാം. കോടതിയിൽ പറഞ്ഞത് അവസാന വാക്കല്ല. കാരണം കോടതിക്ക് ശേഷവും ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിന്റെ മനസാക്ഷിയിലാണ് ഈ കേസ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു സ്ത്രീ 8 വർഷവും ഭയവും അപമാനവും മനോവേദനയും സഹിച്ചിട്ടും ഇന്ന് വീണ്ടും പറഞ്ഞു, ഞാൻ പിന്നോട്ടില്ല എന്നുള്ള കാര്യം. ഒരു വ്യക്തിയുടെ ശബ്ദമല്ല ഇത്, നിശബ്ദമാക്കിയ ആയിരക്കണക്കിന് സ്ത്രീകളുടെ ശബ്ദമാണിത്. ആരെങ്കിലും കുറ്റക്കാരനാക്കാനുള്ള ഒരു പോരാട്ടവുമല്ല. നാളെ ഇതുപോലെ ഒരു കുറ്റം സംഭവിച്ചാൽ ആ ഒരു ചോദ്യം ചോദിക്കാനുള്ള അവകാശം നിലനിർത്താനുള്ള ഒരു പോരാട്ടമാണ്. ഇന്ന് നാം ഇനി മതി എന്ന് പറഞ്ഞാൽ നാളെ അവൾ ഒറ്റയ്ക്കായിരിക്കും. നീതി എന്ന് പറയുന്നത് ശക്തരുടെ അനുകൂലമല്ല, നീതി ചോദ്യം ചോദിക്കുന്നവരുടെ കൂടെയാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇന്നാണ്.